ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് സുകന്യനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ഉദയഭാനു ശ്രീകലൻ ചേർന്ന് ചില പ്ലാനുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് സുകന്യയെ ഫോൺ ചെയ്യുവാണ് ഉദയഭാനു വിളിച്ചിട്ട് പറഞ്ഞു, സുകന്യനെ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. സുകന്യ പറഞ്ഞു, എപ്പോഴാ സാർ, എവിടെ വെച്ചാ? ഒരു കാര്യം ചെയ്യാം, ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞു. വീട്ടിലേക്ക് വരണ്ട, നമുക്ക് പുറത്ത് വെച്ച് കാണാം. ബിസിനസിന്റെ ആവശ്യത്തിനായിട്ട് ഞാൻ പുറത്തേക്ക് വരുന്നുണ്ട്, അതിനെന്താ? അങ്ങനെയാണ് സാർ എവിടെയാ, സ്ഥലം സമയമൊക്കെ പറഞ്ഞു മതി, ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ സുകന്യ ഉദയഭാനുവിന്റെ ശ്രീകലയുടെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും ഉദയഭാനു ചോദിച്ചു, അല്ല കാണണമെന്ന് പറഞ്ഞ് എന്തിനാന്ന് മനസ്സിലായെന്ന് ചോദിച്ചു. ഇല്ല, അല്ല കഴിഞ്ഞ ദിവസം സുകന്യ എന്നോട് ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, സുകന്യക്ക് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ. ഓ മനസ്സിലായി, ബിസിനസിന്റെ കാര്യങ്ങൾ. അതിനെക്കുറിച്ച് സംസാരിക്കാനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നേ. അപ്പോഴേക്ക് ശ്രീകല പറഞ്ഞു, ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല എന്ന് പറഞ്ഞു. ഉദയഭാനു പറഞ്ഞു, എത്രമാത്രം ടെൻഷനും കാര്യങ്ങളൊക്കെയാണെന്ന് അറിയാവോ? ഓ എന്റെ പൊന്നെ, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പുറമാ. ചില സമയത്ത് ടെൻഷൻ കേട്ട് ഒരു രക്ഷയില്ല. അല്ല സാറേ, അപ്പൊ പിന്നെ അതെ, സുകന്യ വിഷമിക്കൊന്നും വേണ്ട. അത് മാത്രമല്ല, ഈ ബിസിനസ് തുടങ്ങാനായിട്ട് ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം. ലൈസൻസോ? അതെ. പിന്നെ ഉദയഭാനു സാർ ഉണ്ടല്ലോ, ഉദയഭാനു സാറിന്റെ ലൈസൻസ് എളുപ്പമല്ലേ? ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉദയഭാനു സാർ അതൊക്കെ ചെയ്തു തരുന്നില്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, അത് സുകന്യ ഒരു പ്രശ്നമുണ്ട്. ഒരാളുടെ പേരിൽ ഒരു ലൈസൻസ് കിട്ടത്തുള്ളൂ. വേറൊരു ലൈസൻസ് കിട്ടണമെങ്കിൽ അയാൾ ആ ലൈസൻസ് ക്യാൻസൽ ആക്കണമെന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ? അതെ, ഇപ്പൊ തന്നെ ഈ സിംഗപ്പൂർ കമ്പനിയുടെ ഒരു ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പം മേടിച്ചെടുക്കാനായിട്ട് അമേരിക്കയിലുള്ള പല ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷേങ്കിൽ ആ ലൈസൻസ് കിട്ടുവാണെങ്കിൽ സുകന്യക്ക് ഉപകരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുകന്യക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോഴേക്കും ശ്രീകല പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ സിംഗപ്പൂർ ലൈസൻസ് സുകന്യയുടെ പേരിലേക്ക് മേടിച്ചു കൊടുത്താൽ പോരെന്ന് ചോദിച്ചു. അതെ, പക്ഷെ വെറുതെ കിട്ടത്തൊന്നുമില്ല, അറിയാലോ. വൻകിട അമേരിക്കൻ കമ്പനികളൊക്കെ ലൈസൻസ് സ്വന്തമാക്കാൻ വേണ്ടി ഇരിക്കുക. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാൻ മതി, ഒരു 10 ലക്ഷം രൂപയുണ്ട്, ഇപ്പൊ അത് മേടിച്ചെടുക്കാന്ന് പറഞ്ഞു. 10 ലക്ഷം രൂപയോ? അതെ. അയ്യോ സാർ, അത് പിന്നെ അതെ, വെറുതെ കാര്യങ്ങൾ നടക്കുവോ? കുറച്ച് പൈസ കൊടുത്താൽ നമുക്ക് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുള്ളൂ. സുകന്യക്ക് ലൈസൻസ് കിട്ടണേ 10 ലക്ഷം രൂപ വേണം. ഒരു കാര്യം ചെയ്യാം, പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ നോക്കട്ടെ സാറേ, ഞാൻ എങ്ങനെയാണെങ്കിലും 10 ലക്ഷം രൂപ ഉണ്ടാക്കി ലൈസൻസ് എടുത്തോളാന്ന് പറഞ്ഞു. അങ്ങനെ സുകന്യ വാക്ക് കൊടുത്തു. ശ്രീകലയ്ക്കും ഉദയഭാനുവിനും ഭയങ്കര സന്തോഷമായി. പിന്നീട് അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ടെൻഷനിലൊക്കെ ആയിരുന്നു ആകാശ് വീട്ടിലിരിക്കുന്ന. ആ സമയത്ത് ആകാശിന്റെ അടുത്തേക്ക് മീനാക്ഷി വന്നിട്ട് ചെയ്തു, എന്ത് പറ്റി? വല്ലാത്തൊരു ടെൻഷനാണല്ലോ മുഖത്ത്. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടുണ്ടെങ്കിൽ നിനക്ക് ദഹിക്കില്ല എന്ന് പറഞ്ഞു. അല്ല കാര്യം എന്താന്ന് വെച്ചാൽ പറ. ഒന്നുമില്ല മീനു, കാര്യം എന്താ വെച്ചാ പറ. അല്ല ഞാൻ പിന്നെ അറിയുമോന്ന് ചോദിച്ചു. എന്തോ കാര്യമായിട്ട് ടെൻഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അതെ, നീ എന്നെ ഇതിലായിട്ടും മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറഞ്ഞു. ബെസ്റ്റ്, ഇനിയിപ്പൊ ആകാശ് ഇങ്ങനെ തന്നെ പറയണം, മനസ്സിലാക്കിയിട്ടില്ലെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്രിമമായിട്ടൊരു ദേഷ്യമൊക്കെ അഭിനയിക്കുകയാണ് മീനാക്ഷി. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, നിനക്കറിയാലോ ആ കട തുടങ്ങാൻ വേണ്ടിയിട്ട് എത്രമാത്രം ഞാൻ കഷ്ടപ്പെട്ടെന്ന്. അതിന് കട തുടങ്ങിയല്ലോ ശരിയാ, പക്ഷേ എങ്കിൽ കട തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു കട ഞാൻ അഡ്വാൻസ് കൊടുത്ത് എടുത്തിട്ടില്ലേന്ന് ചോദിച്ചു. അത് എടുത്തിട്ടു. അതിന് അഡ്വാൻസ് തുക ആരാ തന്നേന്ന് നിനക്കറിയാവോ? അച്ഛനല്ലേ. ആകാശ അച്ഛനോട് സഹായം ചോദിച്ചു കാണും. അതെ, അങ്കിളിനോട് സഹായം ചോദിക്കാന്ന് കരുതി ഞാൻ ആദ്യം ഇരുന്നേ. പിന്നെ ഞാൻ ഓർത്ത് നാണക്കേടല്ലേ, ശരിയാകത്തില്ലോ, അങ്കിൾ എന്നെ സഹായിക്കാന്ന് പറഞ്ഞാ ഞാൻ പക്ഷെ വേണ്ടാന്ന് പറഞ്ഞു. കാരണം എൻ്റെ കയ്യിൽ ഒട്ടും പൈസ ഇല്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കിൾ എന്ത് വിചാരിക്കുന്നു കരുതി. അല്ല എന്നിട്ടോ ആകാശന് എവിടുന്നാ പൈസ കിട്ടിയെന്ന് ചോദിച്ചു. അത് പിന്നെ പൈസ ഞാൻ പലിശയ്ക്ക് വാങ്ങിയതാന്ന് പറഞ്ഞു. പലിശയ്ക്കോ? അതേന്നേ, പക്ഷെ ആ കട എഗ്രിമെന്റ് ചെയ്തില്ലല്ലോ. ഇപ്പോഴാണെങ്കിൽ അഡ്വാൻസ് കൊടുത്ത തുകയും പോയി. കാരണം ഇത്ര മാസത്തിനുള്ളിൽ 3 മാസത്തിനുള്ളിൽ ആ കട എൻ്റെ പേരിലേക്ക് എഗ്രിമെന്റ് ചെയ്യണമായിരുന്നു. അല്ലായിരുന്നെങ്കിൽ ആ പൈസയും പോകും, പിന്നെ അവര് വേറെ ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. എന്റെ ആകാശേ, ഇതുപോലെ മണ്ടത്തരം ആരെങ്കിലും കാണിക്കുമെന്ന് ചോദിച്ചു. നിനക്കതൊക്കെ പറയാം മീനു, പക്ഷെ എന്റെ അവസ്ഥ എനിക്കല്ലേ അറിയത്തുള്ളൂ. ഞാൻ എത്രമാത്രം വിഷമത്തിലാണെന്നറിയോ? നിന്നോടൊന്നും പറഞ്ഞാൽ നിന്റെ തലയിലേക്ക് കയറത്തില്ല. എന്റെ ബുദ്ധിമുട്ട് എനിക്കും അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുവാണ് ആകാശ്. മീനു ഇനിയിപ്പൊ എന്ത് അറിയില്ല എന്ന് പറയണം. അങ്ങനെ രാത്രിയില് ധർമ്മ നല്ല ഉറക്കത്തിലാണ്. ആ സമയത്ത് വല്ലാത്ത ടെൻഷനോട് കൂടിയിട്ട് ഉറക്കമില്ലാതിരിക്കുക സുകന്യ. 10 ലക്ഷം രൂപ ഉണ്ടാക്കണം. അങ്ങനെ സുകന്യ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിക്കൂടെ നടക്കുവാണ്. ധർമ്മൻ ഒന്നുറങ്ങിക്കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ സുകന്യ എഴുന്നേറ്റിരിക്കുന്നു. ഇതെന്താ, നിനക്ക് ഉറക്കമൊന്നും ഇല്ലേന്ന് ചോദിച്ചു. അത് പിന്നെ എന്തോ ഉറക്കം വന്നില്ല. അതിന് നീ എന്തിനിങ്ങനെ എഴുന്നേറ്റിരിക്കുന്നേ? ഇത്തിരി ദാഹം തോന്നി കുറച്ച് വെള്ളം കുടിച്ചാലോന്ന് കരുതിയിട്ട്. ഓ എന്റെ പൊന്നോ, വെള്ളം കുടിച്ച് ഇത്ര സമയം നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ ഉറങ്ങിക്കോളാം ധർമ്മേട്ടൻ കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ സുകന്യ ആലോചിക്കുവാണ്, ആ ബിസിനസ് ഒന്നും ചെയ്യുമായിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ
താക്കും മുതലാളിമാരാവായിരുന്നു, കോടീശ്വരന്മാരാവായിരുന്നു താനും ഉദയേട്ടനും ഒക്കെ. അതിങ്ങനെ മനസ്സിൽ സങ്കല്പിക്കുകയാണ്. നല്ല അടിപൊളി വേഷത്തില് നല്ല ആഷ് പുഷ് വണ്ടിയിൽ ഇങ്ങനെ വന്നിറങ്ങുന്ന രംഗങ്ങളൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ സുകന്യയ്ക്ക് ഒരു രോമാഞ്ചം ഉണ്ടായി. എങ്ങനെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം, ഒരു കാര്യം ചെയ്യാം, അതിൻ്റെ ഒരു വഴിയുണ്ട് എന്നൊക്കെ സുകന്യ വിചാരിച്ചു. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, നീ ഉറങ്ങുന്നില്ലേന്ന് ചോദിച്ചു. സുകന്യ പെട്ടെന്ന് വന്ന് കിടന്നു. പിന്നീട് സുകന്യ മനസ്സിലോർത്തു, ഗോൾഡ് ഇരിപ്പുണ്ട് തൻ്റെ, അങ്ങനെയാണെങ്കിൽ ആ ഗോൾഡ് വിൽക്കാം, ഇപ്പൊ നല്ല പൈസയാണല്ലോ സ്വർണത്തിനുള്ളത്. അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ്. പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ ധർമ്മനാണ് ഹാളിൽ വന്നിരുന്ന് ഫോണിനകത്തൊക്കെ നോക്കി റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മിത്ര അവിടെയുണ്ട്. അപ്പോഴേക്കും സുകന്യ അങ്ങോട്ടേക്ക് ഓടി വന്നു. സുകന്യ വന്നിട്ട് പറഞ്ഞു, അല്ല ധർമ്മേണ്ട എന്താ റീൽസ് ഒക്കെ കണ്ടോണ്ടിരിക്കുവാണെന്ന് ചോദിച്ചു. അതെന്താ? അല്ല കുറെ സമയമായല്ലോ, ധർമ്മേണ്ട കടയിലേക്കൊന്നും പോണ്ടേന്ന് ചോദിച്ചു. പോണം, അതെ ഇങ്ങനെ ഉത്സാഹമില്ലാതെ തുടങ്ങരുത്. പാവം ബാലേട്ടന് കടയിൽ ആകെപ്പാടെ ടെൻഷനിലായിരിക്കും എന്ന് പറഞ്ഞു. ടെൻഷനില്ലോ? എന്തിന്? അല്ല അത് പിന്നെ കടയിൽ തിരക്കൊക്കെ ആണെങ്കിൽ ടെൻഷൻ കാണത്തില്ലേ? ധർമ്മേണ്ണ ഇവിടെ റീൽസ് കണ്ടോണ്ടിരിക്കുക ശരിയാണോ? ഗോമതി ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ പറഞ്ഞ് ഗോമതിയെ വിളിക്കുവാണ്. അപ്പോഴേക്കും ഗോമതി അടുക്കളയിൽ നിന്ന് ഓടി വരുവാണ്. എന്താ എന്താ സുകന്യ കാര്യം? ഇങ്ങ് നോക്ക്, ഈ ധർമ്മേണ്ണ വല്ല ഉത്തരവാദിത്വം ഉണ്ടോന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും മിത്ര അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുവാണ്. എന്താടാ, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, അതെ എന്നോട് കടയിൽ പോകാനും പറഞ്ഞു വഴക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുകന്യ പറഞ്ഞു, എന്റെ ചേച്ചി കുറച്ചു ദിവസം ഞാൻ ലീവ് എടുക്കാൻ പറഞ്ഞായിരുന്നു. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? കല്യാണം കഴിഞ്ഞല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇനി ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കേണ്ട കാര്യമുണ്ടോ? പോയി ബാലേട്ടനെ സഹായിക്കണം, നല്ല കാര്യമല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എടാ പോടാ, സുകന്യ പറഞ്ഞു കേട്ടോ, നിനക്ക് ഇങ്ങനെ ഉത്തരവാദിത്തമില്ല, നീ ഇവിടെ ഇരിക്കണമെന്ന് ചോദിച്ചു. കാരണം ധർമ്മനെ പറഞ്ഞു വിട്ടാലോ ഗോൾഡ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് മുറിയുന്ന, അത് കൊണ്ടുപോയി വിൽക്കണം, ആ ഒരു ചിന്തയായിരുന്നു സുകന്യക്ക്. ധർമ്മം വീട്ടിലുണ്ട്, ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായി. പിന്നീട് എന്ത് ചെയ്തു? സുകന്യ മുറിയിലേക്ക് കയറിപ്പോയി. ഇത്തിരി കഴിഞ്ഞപ്പോൾ ധർമ്മൻ അങ്ങോട്ട് പോകുന്നുണ്ടോ. അപ്പോഴാണ് സുകന്യക്ക് ഒരു ആശ്വാസമായത്. കുറച്ച് കഴിഞ്ഞപ്പോൾ മിത്ര അവിടെ ഭയങ്കര ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്, പൊടി അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മുഖമൊക്കെ ഇങ്ങനെ മൂടിയിട്ടാണിങ്ങനെ അവിടെ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും മീനാക്ഷി മിത്രയെ വിളിച്ചു. മിത്രയെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. മിത്ര അങ്ങോട്ട് വന്നു. ആ സമയത്ത് കോമതിച്ചു, ഇതെന്താ മിത്രേ നീ ഇങ്ങനെയൊക്കെ കെട്ടിവെച്ചിരിക്കുന്നേ? അതെ പൊടി വന്നിട്ടുണ്ടേ, എനിക്ക് അലർജിയാ, അപ്പൊ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമല്ലായിരുന്നോ? അപ്പൊ അതാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. ആ സമയം സുകന്യ മുറിയിൽ സ്വർണം എടുക്കാൻ വേണ്ടി കീ നോക്കുവാണ്. കീ നോക്കിയിട്ട് കീ കാണുന്നില്ല. അലമാരയുടെ കീ താൻ ഇവിടെ ഇവിടെയും ആണല്ലോ വെച്ചേ, പക്ഷെ ഇവിടെ കാണുന്നില്ലോ. ഭയങ്കര ടെൻഷനായി. അവിടെയൊക്കെ നോക്കി കാണുന്നില്ല. കഷ്ടകാലം പിടിക്കാനായിട്ട് ഇതെവിടെയാണോ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്? ഇവിടെ 4 ഇത് എടുത്തോണ്ട് പോകാനാ എന്നൊക്കെ കുറെ സമയം നോക്കിയിട്ട് ആലോചിച്ചു. പിന്നീട് പുറത്തേക്ക് ഇറങ്ങി വന്നു. പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഗോമതിയെ മീനാക്ഷിയും മിത്രയും നോക്കുകയാണ്. ആ സമയത്ത് മിത്ര ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടേ. പെട്ടെന്ന് മിത്ര ചോദിച്ചു, ഞങ്ങളുടെ അലമാരയുടെ കീ എവിടെയാന്ന് ചോദിച്ചു. കീയോ? ഏത് കീയ? അല്ല മിത്ര, നീ റൂം ക്ലീൻ ചെയ്യുമല്ലായിരുന്നോ? സത്യം പറ, നീ ആ കീ എടുത്ത് എവിടെ മാറ്റി വെച്ചെന്ന് ചോദിച്ചു. കീ ഒന്നും ഞാൻ എടുത്തില്ല, വെറുതെ കള്ളത്തരം പറയരുത്, കീ എവിടെയെന്ന് വെച്ചാൽ തന്നോളാൻ പറഞ്ഞു. അത് കേട്ടിഞ്ഞ മിത്ര പറഞ്ഞു, ഞാൻ എടുത്തില്ല എന്ന് പറഞ്ഞില്ലേ. ഗോമതി പറഞ്ഞു, അവളോട് എന്തിനാ കീ ചോദിക്കുന്നേ? പിന്നെ മിത്ര റൂം ക്ലീൻ ചെയ്യുമല്ലായിരുന്നു എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. എന്നാ പിന്നെ മിത്രയ്ക്കറിയാം എവിടെയാന്ന്. ആ സമയം മീനാക്ഷി പറഞ്ഞു, അതിനെ നിങ്ങളുടെ റൂമല്ലല്ലോ ക്ലീൻ ചെയ്ത മിത്ര, വേറെ റൂമല്ലേ, അപ്പൊ പിന്നെ മിത്രയോട് ചോദിച്ചിട്ട് എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അങ്ങനെയാണല്ലേ. സുകന്യക്ക് അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും ആകെപ്പാടെ സങ്കടവും ദേഷ്യം വന്നു. സുകന്യ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോവാണ്. ആ സമയത്ത് മിത്ര പറഞ്ഞു, ഇത് അടുത്ത അടവാണ്, വേറൊന്നുമല്ല, അടുത്ത പ്രശ്നം ഉണ്ടാക്കാനുള്ള പരിപാടിയാ, ഇതിന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് മിത്ര ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.